കഥയെ ആരംഭിക്കുന്നത് എലിയ എന്ന പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഗ്യാസ്ട്രോണമി ഗ്രാജുവേറ്റ് ആയ അവർ ഒരു ജോലിക്കായി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം സന്തോഷവതിയായി അവൾ ജീവിച്ചു പോരുന്നു. ഓൺലൈനിലൂടെ പരിചയപ്പെട്ട ഒരാളുമായി അവൾ വളരെയധികം അടുപ്പത്തിലായി കഴിഞ്ഞിരുന്നു. എലിയ തന്റെ അമ്മയുടെ ഒപ്പമാണ് ജീവിക്കുന്നത്. അവർക്കാണെങ്കിൽ എപ്പോഴും കുക്കിങ്ങിനെ പറ്റിയും അവളുടെ അത്തരത്തിലുള്ള സ്കില്ലുകളെ പറ്റിയും ഒക്കെ സംസാരിക്കാനേ നേരമുള്ളൂ. എല്ലാ പെൺകുട്ടികളും അമ്മമാരിൽ നിന്നല്ലെങ്കിൽ മുത്തശ്ശിമാരിൽ നിന്ന് കുക്കിംഗ് പഠിച്ചിരിക്കണം എന്നൊക്കെയാണ് അവരുടെ പക്ഷം. തനിക്കതിലൊന്നും താല്പര്യമില്ലെന്നും തനിക്ക് കൂടുതൽ പഠിച്ച് ആ രീതിയിൽ ഉയർന്നു പോവാനാണ് താല്പര്യം എന്നും എലിയ പറഞ്ഞു. അതൊന്നും അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയമാണ് എലിയയുടെ സുഹൃത്തായ കസിനായ എൽച്ചിം അങ്ങോട്ടേക്ക് വരുന്നത്. എൽച്ചിം എൻഗേജ്ഡ് ആയിരിക്കുന്നു. വൈകാതെ അവളുടെ വിവാഹം നടക്കും. വളരെയധികം സമ്പന്നനായ വ്യക്തിയാണ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. എലിയയുടെ അമ്മ അത് കേട്ടതും ചെറിയ കുശുമ്പ് തോന്നാതിരുന്നില്ല. തന്റെ മകൾക്കും എൽച്ചിമിന് കിട്ടിയതുപോലെ ഏറെ സമ്പന്നനായ ഒരു പയ്യനെ വരനായി കിട്ടിയെങ്കിൽ എന്നവർ മനസ്സിലാഗ്രഹിച്ചു. അവരത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞപ്പോ എലിയ പറഞ്ഞു, പ്രണയം പണത്തേക്കാൾ ഒരുപാട് മുകളിലാണ്. പക്ഷേ അത് അവളുടെ അമ്മയ്ക്ക് അത്ര രസിച്ചില്ല. അവളെ വഴക്ക് പറഞ്ഞ അമ്മ അവളോട് പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും എലിയയുടെ അമ്മയ്ക്ക് ഒരു കോള് വന്ന് അവർ അവിടെ നിന്ന് മാറി. അതോടെ എൽച്ചിമിനടുത്തേക്ക് അവൾ ഓടിയെത്തി. പിന്നീട് അവർ സംസാരിച്ചു. താൻ ഓൺലൈനിലൂടെ ഒരാളുമായി പരിചയപ്പെട്ടെന്നും അയാളുമായി അടുപ്പത്തിലാണെന്നും സാമി എന്നാണ് അയാളുടെ പേരെന്നും എലിയ എൽച്ചിമിനോട് പറഞ്ഞു. സാമിയും കുടുംബവും അവരുടെ ഏരിയയിലെ സമ്പന്നരായ കുടുംബങ്ങളിൽ ഒന്നാണെന്നും അവർക്ക് വലിയ തടിക്കച്ചവടമുണ്ട്. ഇസ്താൻബുളിലാണ് അവരുള്ളത് എന്നും എലിയ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഫോണൊക്കെ വെച്ചു കഴിഞ്ഞ് അവളുടെ അമ്മ വന്നപ്പോ എലിയ അമ്മയോട് സംസാരിച്ചു. തനിക്ക് ഒരു ജോബ് ഇന്റർവ്യൂവിന് ഇസ്താൻബുളിൽ പോണം. അവൾ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ എലിയയുടെ അമ്മയ്ക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവരുള്ള ഇസ്മീറിൽ നല്ല ജോലി സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളെ തടക്കുവാൻ അമ്മ ശ്രമിച്ചു. അതിനെന്താ കുഴപ്പം, ഞാൻ പോയിട്ട് വേഗം വരും. അവിടെ എൽച്ചമിന്റെ കസിന്റെ വീടുണ്ട്. അവിടെയാ ഞാൻ നിൽക്കാൻ പോകുന്നേ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 3 ദിവസത്തിലിങ്ങ് തിരിച്ചു വന്നേക്കാം. പക്ഷെ ഒരു കണ്ടീഷനും വെച്ചു. ജോബ് ഇന്റർവ്യൂവിന് പോയി അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ നീ തിരികെ വന്ന ഞാൻ പറയുന്ന വ്യക്തിയെ നീ കല്യാണം കഴിച്ചേക്കണം. അമ്മയുടെ ആ കണ്ടീഷൻ എലിയ സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ എലിയ ഇസ്താൻബുളിലേക്ക് പുറപ്പെടുകയാണ്. പോകുന്നതിനു മുമ്പ് അമ്മ അവളെ അവരുടെ കണ്ടീഷനെ പറ്റി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അങ്ങനെ എലിയ ഇസ്താൻബുളിലേക്ക് എത്തി. കയ്യിലുണ്ടായിരുന്ന അഡ്രസ് വെച്ച് അവൾ നേരെ സാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇൽച്ചിമിന്റെ കസിന്റെ വീട്ടിലേക്ക് അവൾ പോയതേയില്ല. അവൾ സാമിയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. തൊട്ടുപുറകെയായിരുന്നു അവളുടെ മുമ്പിലേക്ക് ഒരേപോലെ വസ്ത്രം ധരിച്ച് ഏകദേശം ഒരേ പ്രായത്തിലുള്ള 3 പേർ ഇറങ്ങി വന്നത്. എന്താ വന്നതെന്ന് അവർ ചോദിച്ചു. മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളാണ്. എലിയ പറഞ്ഞു, ഞാൻ സാമിയെ കാണാൻ വന്നതാണ്. ആ 3 മധ്യവയസ്കരായ സ്ത്രീകളും സഹോദരങ്ങളായിരുന്നു. അവർ എലിയയെ അതോടെ വീടിനകത്തേക്ക് ക്ഷണിച്ചു. കൂട്ടത്തിലെ മൂത്ത സഹോദരി നർമൻ എന്ന പേരിൽ തന്നെ പരിചയപ്പെടുത്തി. രണ്ടാമത്തെ സഹോദരിയാണ് സാമിയുടെ അമ്മ. നാസറിൻ എന്നാണ് അവരുടെ പേര്. ഏറ്റവും ഇളയ സഹോദരി നെവിൻ. അകത്തെത്തി സംസാരിച്ചു നിൽക്കിയ നാസറിൻ ചോദിച്ചു, നീയും എന്റെ മകനും തമ്മിൽ എങ്ങനെയാ പരിചയം? തങ്ങൾ ഡേറ്റിംഗ് ആപ്ലിക്കേഷനിലൂടെയാണ് പരിചയപ്പെട്ടത് എന്ന കാര്യം അവിടെ തുറന്നു പറയാൻ എലിയക്ക് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തന്നെ ഒരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്തു. തങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണെന്നൊക്കെ പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ആൽപ്പർ എന്ന പേരുള്ള ഒരു യുവാവ് കടന്നു വന്നത്. എലിയയെ അവിടെ കണ്ടതും ആൽപ്പർ ഒന്നും വയ്യാതായി ബോധം കെട്ട് താഴെ വീണു. അത് കണ്ടതും സഹോദരങ്ങളായ ആന്റിമാർ വല്ലാതെ വറീഡാകുന്നുണ്ട്. ഒരു തരത്തിൽ ആൽപ്പറെ അവർ എഴുന്നേൽപ്പിച്ചു. ആൽപ്പർ ഒന്നും പറയാതെ വേഗം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആൽപ്പർ നേരെ പോയത് സാമിയുടെ മുറിയിലേക്കായിരുന്നു. അവിടെ എത്തിയ ആൽപ്പർ അല്പം ഭയത്തോടെ സാമിയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. അവളുടെ പേര് ആലി എന്നാണ്. അവളിപ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മില് ഒരടുപ്പം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം എന്നൊക്കെ സാമി ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ആൽപ്പറാണെങ്കിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ കാര്യം പറ എന്ന തരത്തിൽ സാമി നിർബന്ധം പിടിച്ചപ്പോ ആൽപ്പറുള്ള കാര്യം പറഞ്ഞു. സാമിയുടെ ഐഡന്റിറ്റി വെച്ച് സാമിയാണെന്ന തരത്തിലാണ് താൻ അവളോട് സംസാരിച്ചതെന്ന്. അത് കേട്ടതും സാമിയാകെ ക്ഷുഭിതനായി. സാമിയാണെന്ന് ചിന്തിച്ചാണല്ലോ എലിയ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ കുടുംബത്തിൽ വലിയ പ്രശ്നമാവും എന്ന മട്ടിലൊക്കെ സാമി ആൽപ്പറോട് ദേഷ്യപ്പെടുന്നു പോലുമുണ്ട്. അലിയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്കും എത്തിയിരിക്കുന്നു. എന്തു ചെയ്യുമെന്നൊരു പിടിയുമില്ല. സാമി എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് ആൽപ്പർ അപേക്ഷിച്ചു. സാമി പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഉള്ള സത്യം ആ പെൺകുട്ടിയോട് പറയുക. അവൾ നിന്നെ തല്ലേ ചീത്ത വിളിക്കേ എന്ത് വേണ ചെയ്തോളും, എന്നിട്ട് തിരിച്ചു പൊക്കോളും. ഏലിയെ അങ്ങനെ വിഷമിപ്പിക്കണം എന്നും അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏലിയ നല്ലൊരു പെൺകുട്ടിയാണ്, നീ അവളെ ഒന്ന് കണ്ടു നോക്ക്, നിനക്കിഷ്ടമാകും എന്നുള്ള തരത്തിലൊക്കെ ആൽപ്പർ പറയാൻ തുടങ്ങി. ഒടുവില് മനസ്സില്ലാ മനസ്സോടെ സാമി അതിന് സമ്മതിച്ചു. ഹാളിലേക്ക് എലിയയെ കാണുവാൻ വേണ്ടി സാമി ചെന്നു. മറന്നു നിന്ന് എലിയയെ ഒരു വട്ടം കണ്ടപ്പോഴേക്കും സാമിക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു.
സാമിക്ക് അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായതും ആൽപ്പർ സാമിയോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ നിന്റെ ഐഡന്റിറ്റി വെച്ച് ഒന്നും തന്നെ ചെയ്യില്ല. നിനക്ക് അവളോട് സംസാരിക്കണമെങ്കിൽ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എന്തായാലും ഇറങ്ങി. എലിയെയാണെങ്കിൽ സാമിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഒന്നവളെ മീറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ച് സാമി അവളുടെ അടുത്തേക്ക് ചെന്നു. എലിയക്കടുത്തെത്തിയ സാമി ആകെ കൺഫ്യൂസ്ഡ് ആണ്. ആൽപ്പർ എന്തൊക്കെയാണ് അവളോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് പോലും അവൻ അറിയില്ലല്ലോ. എലിയാണെങ്കിൽ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതല്ലേ, ഇന്നലെ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ എന്ന തരത്തിലൊക്കെ പറയുന്നു. സാമി വണ്ടറടിച്ചിരിക്കുകയാണ്. ഈ സമയം ആന്റിമാർ അങ്ങ് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ തുടങ്ങി. ആൽപ്പറിനെ പറ്റിയാണ് സംസാരമൊക്കെ. ഇവനാണെങ്കിൽ ഫുൾ ടൈം ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. ഇങ്ങനെ പോയാൽ ഇവന്റെ ആരോഗ്യം എന്താവും എന്ന മട്ടിലൊക്കെയായിരുന്നു ആന്റിമാർ പറഞ്ഞത്. സംസാരം തുടർന്നുകൊണ്ടിരിക്കെ നർമൻ എലിയയ്ക്ക് ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞു. എലിയ താനും കൂടെ വന്ന് സഹായിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം ചെന്നു. അവിടെ വെച്ചവർ സംസാരിക്കുന്നുണ്ട്. താൻ എന്തിനാണ് ഇസ്താൻബുളിലേക്ക് വന്നത് എന്നത് യഥാർത്ഥ കാര്യം അവൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവൾക്ക് കസിൻ എൽച്ചിമിന്റെ കോൾ വന്നു. എലിയ താൻ അവിടെ എതിരിട്ട കാര്യങ്ങള് എൽച്ചിമിനോട് പറഞ്ഞു. സാമിയെ മീറ്റ് ചെയ്തെന്നും പക്ഷെ ഇത്രനാളും സംസാരിച്ച പോലൊന്നുമല്ല സാമിയെന്നും വളരെ വിചിത്രമായിട്ട് അവൻ പെരുമാറുന്നത് എന്നൊക്കെ അവൾ എൽച്ചിമിനോട് പറയുന്നുണ്ട്. തങ്ങൾ സംസാരിച്ച കാര്യമൊന്നും അവൻ ഓർമ്മയില്ലെന്നും എന്താ നടക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല എന്നുമായിരുന്നു എലിയ കൂട്ടിച്ചേർത്തത്. കുറച്ചു കഴിഞ്ഞ് സാമി അവരുടെ കുതിരലയത്തിലേക്ക് പോവുകയായിരുന്നു. ആന്റിമാർ അത് കണ്ടു. എലിയ അവിടെ തനിച്ചിരിക്കുകയല്ലേ, അവളെയും കൂട്ടിക്കൊണ്ടുപോയാലെന്താ എന്ന് ആന്റിമാർ ചോദിച്ചു. അതോടെ മനസ്സില്ലാ മനസ്സോടെ സാമി അതിന് സമ്മതിച്ചു. എലിയയും സാമിയും അങ്ങനെ അവരുടെ കുതിരലയത്തിലേക്ക് ചെന്നു. അവിടെ നിന്ന് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതലും സാമിയുടെ കുടുംബ ബിസിനസിനെ പറ്റിയൊക്കെയാണ്. ആ സമയത്താണ് എലിയക്കൊരു മെസ്സേജ് വരുന്നത്. അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരുന്ന ആ കമ്പനിയിൽ നിന്നുമാണ്. അവളുടെ ഇന്റർവ്യൂ 3 ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. 3 ദിവസം കഴിഞ്ഞേ ഇനി ഇന്റർവ്യൂ ഉള്ളൂ. വീണ്ടും സാമിയും എലിയയും സംസാരിച്ചു. കുട്ടിക്കാലം മുതലേ കുതിരകളോട് അവന് വലിയ കമ്പമുണ്ട്. അച്ഛനായിരുന്നു കുതിരകളുമായുള്ള അടുപ്പത്തിന് സാമിക്ക് അടിത്തറ നൽകിയത്. സാമി എന്ന എലിയയെ കുതിരയോടിക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുതിരയെ തന്നെ സാമി എലിയക്ക് കൊടുത്തു. അവർ തമ്മിലുള്ള സംസാരവും ആ ഇടപഴകലും അവരെ കൂടുതൽ അടുപ്പിക്കുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ എലിയയോട് സാമിക്ക് പ്രണയവും തോന്നിത്തുടങ്ങി. അന്ന് രാത്രിയിൽ അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. സാമിയുടെയും കുടുംബത്തിന്റെയും നിർബന്ധപ്രകാരമായിരുന്നു എലിയ അവിടെ തുടരാൻ തീരുമാനിച്ചത്. രാത്രിയിൽ എലിയക്ക് കിടക്കാൻ വേണ്ടി ആന്റിമാർ സ്ഥലമൊരുക്കി. എലിയെ പോലൊരു പെൺകുട്ടി അവരുടെ വീട്ടിൽ തങ്ങുന്നത് എന്തോ ഒന്നുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ആ സമയമാണ് സാമി അങ്ങോട്ടേക്ക് വരുന്നത്. താൻ തന്നെ ക്രാഫ്റ്റ് ചെയ്തൊരു ഗോബ്ലറ്റ് അവൻ അവൾക്ക് സമ്മാനമായി കൊടുത്തു. ശേഷം തിരികെ പോന്നു. പോകുന്നതിനു മുമ്പ് ആന്റിമാർ അവളുടെ പക്കൽ ഒരു താക്കോൽ കൊടുത്തു. അവരുടെ വിശ്വാസം അനുസരിച്ച് ആ താക്കോല് തലയണയ്ക്ക് കീഴിൽ വെച്ച് കിടന്നാൽ ഭാവിയിലെ ഭർത്താവിന് സ്വപ്നം കാണുമെന്നായിരുന്നു. എലിയ തലയണയ്ക്ക് കീഴെ താക്കോല് വെച്ചു. സാമിയെ താൻ സ്വപ്നം കാണും എന്നാഗ്രഹിച്ച് കിടക്കാൻ തുടങ്ങി. പക്ഷെ അവൾക്ക് ഉറക്കം വന്നിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങി നിന്നു. അപ്പോഴാണ് ഉറക്കം വരാതിരുന്ന സാമിയും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർ തമ്മിൽ അവിടെ വെച്ച് സംസാരിച്ചു. സാമി അവളോട് കുറച്ച് ഫ്ലേട്ട് ചെയ്യുകയും ചെയ്തു. തന്റെ വീട്ടിൽ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി വരുന്നത് ആദ്യമാണ്. അതുകൊണ്ട് തനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് ഭംഗിയാണ് നിന്റെ മുഖത്തിന് എന്നൊക്കെ അവൻ പറഞ്ഞപ്പോ അവളുടെ മുഖം ചുവന്നു. അധിക നേരം അവിടെ നിൽക്കാതെ അവൾ തന്റെ മുറിയിലേക്ക് പോയി. പിന്നീട് അവൾ ഉറങ്ങാൻ വേണ്ടി ബെഡിൽ കിടന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. അങ്ങോട്ടേക്ക് എത്തിയത് ആൽപ്പർ ആയിരുന്നു. അവളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ ആൽപ്പർ ആ മുറിയിലേക്ക് കയറി. ആദ്യമേ തന്നെ തന്റെ അമ്മയും സഹോദരങ്ങളും അവളുടെ അടുക്കൽ വിചിത്രമായി പെരുമാറുന്നതിന് ആൽപ്പർ ക്ഷമ ചോദിച്ചു. പക്ഷേ അവൾക്ക് പരാതിയുണ്ടായിരുന്നില്ല. അവരുടെ ആ സ്നേഹവും പരിചരണവുമൊക്കെ തനിക്കേറെ സന്തോഷമാണ് നൽകുന്നത് എന്ന് അവൾ പറഞ്ഞു. ആന്റികളെപ്പറ്റി കുറച്ചു നേരത്തെ സംസാരത്തിനു ശേഷം ആൽപ്പർ ഡേറ്റിംഗ് ആപ്പിനെ പറ്റി പറഞ്ഞു. സാമിയുടെ ഫോട്ടോ ഉപയോഗിച്ച് താനാണ് അവളോട് ഡേറ്റ് ചെയ്തിരുന്നത് എന്ന സത്യം തുറന്നു പറഞ്ഞ അവൻ അവളോട് ക്ഷമ ചോദിച്ചു. ഒക്കെ കേട്ടതും അവൾക്ക് വലിയ ദേഷ്യം തന്നെ വന്നിരുന്നു. സാമി പോലും തന്നോട് ഇടപഴകിയിട്ട് അത് പറഞ്ഞില്ലല്ലോ എന്ന രോഷവും അവൾക്ക് തോന്നി. ആൽപ്പർ മാസങ്ങളായി തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ചിന്തിച്ചതും അവൾക്ക് നിയന്ത്രണം പോലും നഷ്ടപ്പെട്ടു. ആൽപ്പറാണെങ്കിൽ അവളോട് ക്ഷമ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പ്രശ്നമാക്കരുതെന്നും എന്റെ അമ്മയറിഞ്ഞാൽ ഇതിനെന്നെ ഒരുപാട് ശിക്ഷിക്കും എന്നൊക്കെ ആൽപ്പർ അപേക്ഷിച്ചു. ഭ്രാന്ത് പിടിച്ചിരുന്ന എലിയയും കുറെ ആലോചിച്ചു. ഇന്റർവ്യൂ 3 ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. തിരികെ പോയാലും പ്രശ്നമാണ്. അമ്മ പറയുന്ന ആളെ കല്യാണം കഴിക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് അവിടെ അങ്ങ് തുടർന്നാലോ എന്ന് അവൾ ചിന്തിച്ചു. സാമി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്ന കാര്യം അവൾ ചോദിച്ചപ്പോ ആൽപ്പർ പറഞ്ഞു, ഞാൻ ഒരുപാട് നിർബന്ധിച്ചു. ഒടുവിൽ അവൻ എനിക്ക് വേണ്ടി സമ്മതിച്ചതാ നിന്റെ കൂടെ ഇടപഴകാൻ.
പുലർച്ചെ ഉറങ്ങുകയായിരുന്ന എലിയ ആന്റിമാർ വന്നപ്പോഴായിരുന്നു ഞെട്ടിയെഴുന്നേറ്റത്. അവർ അവളുടെ മൂക്കിനു മുമ്പിൽ കൈവച്ച് ശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. സംഭവം എന്തെന്നാൽ അവരുടെ കുടുംബത്തിൽ ഒരു ട്രാജിക് ഇൻസിഡന്റ് നടന്നതിൽ പിന്നെ അവരെത്തരത്തിൽ എല്ലാ ദിവസവും പുലർച്ചെ മറ്റുള്ളവർ ജീവനോടെയുണ്ടോ എന്ന തരത്തിൽ പരിശോധിക്കുമായിരുന്നു. എഴുന്നേറ്റ് റെഡിയായൊക്കെ കഴിഞ്ഞ ശേഷം എലിയ എൽച്ചിമിനെ കോൾ ചെയ്തു. അവളുടെ കസിന്റെ അവിടുത്തെ താമസ സൗകര്യം റെഡിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താ അവസ്ഥയെന്നും തിരക്കി. പക്ഷേ താൻ അയച്ച മെസ്സേജിനൊന്നും കസിൻ റിപ്ലൈ ചെയ്തിട്ടില്ലെന്നും തൽക്കാലത്തേക്ക് സാമിയുടെ വീട്ടിൽ തന്നെ തുടരാനുമായിരുന്നു എൽച്ചിം എലിയക്ക് നിർദ്ദേശം കൊടുത്തത്. വൈകാതെ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ആൽപ്പറും എലിയയും സംസാരിച്ചതൊന്നും സാമി അറിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഇളയ സഹോദരി പറഞ്ഞത്, ഇന്നവിടെ ഒരു സാൻഡ് സ്റ്റോം ഉണ്ടാകും. ഞാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കേട്ടിരുന്നു. അതോടെ ആന്റിമാർ ഏരിയക്കടുത്ത് പറഞ്ഞു, അപകടമാണ്, ഇന്ന് നിങ്ങളാരും പുറത്തേക്ക് പോവണ്ട. സാമിയാണെങ്കിൽ അഭിനയിച്ച് കൂടിയിരിക്കുകയാണ്. അതങ്ങനെ തുടർന്നുകൊണ്ടുമിരിക്കുന്നു. ഏരിയക്ക് ദേഷ്യം വന്നു. സാമിക്കൊരു പണി കൊടുക്കണം. ചിന്തിച്ച് അവൾ സംസാരിച്ചപ്പോ നിനക്ക് എരിവിഷ്ടമാണെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഒരു സലാഡ് എരിവ് കൂട്ടിയുണ്ടാക്കി സാമിക്ക് കഴിക്കാൻ കൊടുത്തു. സാമിക്കാണെങ്കിൽ എരിവത്രയ്ക്ക് പറ്റില്ല. എന്നാലും ഇമേജ് മാറാതിരിക്കാൻ, കളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവൻ അത് കഴിച്ചു. പിന്നെ പറയണ്ടല്ലോ, അവന്റെ വയറ് പ്രശ്നമായി. ഒരുപാട് വായിക്കുമെന്നല്ലേ പറഞ്ഞത്, നമുക്കൊരു ബുക്ക് വായിച്ചാലോ എന്ന് പറഞ്ഞ് പിന്നാലെ സാമിയുമായി എലിയിരുന്ന് ബുക്ക് വായിക്കാൻ തുടങ്ങി. സാമിക്കാണെങ്കിൽ പറ്റുന്നില്ല, വയറ് വലിയ ബുദ്ധിമുട്ട്. ഒടുവിൽ വായനയ്ക്കിടയിൽ വെച്ച് അവൻ ബാത്റൂമിലേക്ക് ഓടി. പിന്നീട് എലിയ കേക്കുണ്ടാക്കി. പക്ഷെ അപ്പോഴും സാമിയെ അവൾ ടീസ് ചെയ്തു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഹാൻ എന്നു പേരുള്ള ഒരു യുവതി കടന്നു വരുന്നത്. ഹാനിന്റെ വരവ് സാമിയെ അൺകംഫോർട്ടബിൾ ആക്കിയിരുന്നു. ഹാൻ അവരുടെ അയൽവക്കക്കാരിയാണ്. അല്പം മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി. വർഷത്തിലൊരിക്കലോ മറ്റോ ഒക്കെയായി അവൾ അവരുടെ വീട്ടിലേക്ക് വരും. ഒരു ഫാന്റസി ലോകത്തിൽ ജീവിക്കുന്ന അവൾ തന്റെ ഫാന്റസി ലോകം ഇംപ്ലിമെന്റ് ചെയ്യാനെന്ന മട്ടിലായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക. അത്തവണ എയർ ഹോസ്റ്റസിന്റെ രൂപത്തിലാണ് അവളുടെ വരവ്. ഹാന്റെ ഫാമിലി നല്ല അയൽക്കാരായതുകൊണ്ട് സാമിയും കുടുംബവും ഒരിക്കലും അവളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അവൾ പറയുന്ന ഫാന്റസി വേൾഡിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമായിരുന്നു. ഹാനിന്റെ മനസ്സ് വേദനിപ്പിക്കണം എന്ന ആന്റിക്കോ സാമിക്കോ ഉണ്ടാവാറുമില്ല. പക്ഷേ ഹാന്റെ വരവ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് താനും. മാത്രമല്ല കുട്ടിക്കാലം തൊട്ടേ ഹാന് സാമിയുടെ മേൽ ക്രഷുമുണ്ട്. ഏരിയക്ക് കൂടുതൽ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഹാൻ പറയുന്ന പോലെ വിമാനത്തിൽ ട്രാവൽ ചെയ്യുന്ന പോലൊന്നും ജീവിക്കാൻ പറ്റാതിരുന്ന എലിയ തന്റെ മുറിയിലേക്ക് പോന്നു. പിന്നാലെ സാമിയും അവളുടെ പുറകെ എത്തി. എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഇന്ന് മുഴുവൻ നീ വിചിത്രമായിട്ടാണല്ലോ പെരുമാറുന്നത്. ഇന്നലെ വരെ എന്നെ എത്ര കാര്യമായിരുന്നു, ഇന്നെന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? സാമി ചോദിച്ചു. സഹിച്ചു നിൽക്കാൻ എലിയക്ക് പറ്റുമായിരുന്നില്ല. സാമി ചെയ്ത കള്ളക്കളിയെപ്പറ്റി ദേഷ്യത്തിൽ അവൾ സംസാരിച്ചു. സ്ത്രീകളുടെ മനസ്സ് വെച്ചിട്ടാണോ കളിക്കുന്നത്? നിങ്ങളോടൊക്കെ എന്ത് ക്രൂരതയാ താൻ ചെയ്തത് എന്ന മട്ടിലൊക്കെ അവൾ കത്തിക്കയറാൻ തുടങ്ങി. ആൽപ്പർ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലാവാതിരുന്ന സാമിയാകട്ടെ ആകെ അന്തിച്ചിരുന്നു. അടുത്ത ദിവസം എലിയ ആന്റിമാരുടെ അടുത്തെത്തി. അവരാകട്ടെ ഹാന്റെ പിടിയിൽപ്പെട്ട് വിമാനത്തിലെ പാസഞ്ചേഴ്സാണ് എന്ന മട്ടിൽ അഭിനയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിലേക്ക് ജോയിൻ ചെയ്ത് സമാധാനം കൊണ്ടുവരാനും കാര്യങ്ങളൊന്നുകൂടി എൻജോയബിൾ ആക്കാനും എലിയ ശ്രമിച്ചു. പക്ഷേ ഹാനെ അത് അസ്വസ്ഥപ്പെടുത്തിയതേയുള്ളൂ. പോരാത്തതിന് എലിയയും ആന്റിമാരും തമ്മിലുള്ള അടുപ്പവും ഹാനിൽ അസൂയ തീർക്കുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് ആൽപ്പറും സാമിയും അങ്ങോട്ടേക്ക് വരുന്നത്. അവരും ഹാന്റെ ഗെയിമിലേക്ക് ജോയിൻ ചെയ്തു. പക്ഷേ ആന്റിമാർ അവരെ ചീത്ത വിളിച്ചു. ഹാന്റെ പെർമിഷൻ ഇല്ലാതെ ഗെയിമിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നാലെ എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാൻ എലിയ കോഫി ഇടാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും സാമി അത്രയൊക്കെ ആയിട്ടും തന്നോട് സത്യങ്ങൾ പറയാത്തതിൽ അവൾക്ക് ദേഷ്യവും പരിഭവവും ഉണ്ടായിരുന്നു. എലിയ കിച്ചണിലായിരിക്കെ നെവിൻ അങ്ങോട്ടേക്ക് വന്നു. അവളോട് സംസാരിച്ചു. അവരുടെ മുത്തശ്ശിയെ പറ്റിയായിരുന്നു സംസാരമൊക്കെ. സാമിയുടെ മുത്തശ്ശിക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്ന് വളരെ വലിയ ആഗ്രഹമായിരുന്നു. അവരൊക്കെ ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതുമാണ്. പക്ഷേ അന്ന് രാത്രിയിൽ അവർ മരണമടഞ്ഞു. അതിൽ പിന്നെ ഈ വീട്ടിൽ എല്ലാവരും കുറച്ച് വിചിത്രമായിട്ടാണ് പെരുമാറാറുള്ളത്. ആഗ്രഹങ്ങൾ ഒന്നും തന്നെ പിന്നത്തേക്ക് ബാക്കി വെക്കാറില്ല. എങ്കിലും ഞങ്ങൾക്ക് ഭാവിയോർത്ത് ആശങ്കയുണ്ട്. സാമിയുടെയും ആൽപ്പറിന്റെയും കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് ഗേൾ ഫ്രണ്ട്സോ ഒന്നും തന്നെയില്ല. അവരെ വിവാഹം കഴിച്ചില്ലെങ്കിൽ, കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ കുടുംബം അന്യാധീനപ്പെട്ടു പോകുമല്ലോ എന്നാണ് ഞങ്ങളുടെ ഭയം. എലിയ വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ എലിയയും സാമിയും വിവാഹം കഴിച്ചെങ്കിൽ എന്നൊരു ചിന്ത അവർക്കുള്ളിലുണ്ട്. അതിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നമുണ്ടായിരുന്നു. സാമി ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവൾ സാമിയെ ചതിച്ചിട്ട് പോയി. അതും മറ്റൊരുത്തന്റെ കൂടെ. സാമി അതിലാകെ തകർന്നു പോയിരുന്നു. പിന്നീട് അവൻ ഒരു പെണ്ണുമായി ഇടപഴകിയിട്ടില്ല. ആ ആഘാതം അവനെ വല്ലാത്തൊരവസ്ഥയിലാക്കി. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവൻ ആർമിയിൽ ചേർന്നു. അവന്റെ ആ തീരുമാനവും ആ കാര്യങ്ങളുമൊക്കെ അവന്റെ അച്ഛന് ഹൃദയാഘാതമുണ്ടാക്കി. അദ്ദേഹം അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു. കോഫി ഉണ്ടാക്കുന്നതിനിടയിലുള്ള സംസാരത്തിൽ സാമിയെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എലിയ മനസ്സിലാക്കി. പിന്നീട് അവൾ കോഫിയുമായി പുറത്തേക്ക് വന്നു, ഗെയിം നടക്കുന്നിടത്തേക്ക്. അപ്പോഴാണ് ഹാനിനൊരു കോൾ
കോൾ വന്നത്. വിളിച്ചത് തന്റെ ബോസാണെന്ന് പറഞ്ഞ് തിരികെ എത്തിയ ഹാൻ തനിക്കൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗെയിം അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോയി. ആന്റിമാർക്കും മറ്റുള്ളവർക്കും ആശ്വാസം തോന്നി. സാധാരണ ഹാൻ അങ്ങനെ വന്ന ആഴ്ചകളും മാസങ്ങളും ഒക്കെ നിൽക്കാറുണ്ട്. ഇതിപ്പോ പെട്ടെന്ന് പ്രശ്നം തീർന്നു. അന്ന് രാത്രിയിൽ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് സാമിയും ഏലിയയും സംസാരിക്കാനിരുന്നു. സാമിയെപ്പറ്റി ഒരുപാട് അറിഞ്ഞ ഏലിയയ്ക്ക് സാമിയോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആന്റിമാർ ഇതൊക്കെ പുറകിൽ നിന്ന് നോക്കിക്കാണുന്നുമുണ്ടായിരുന്നു. സാമി തന്റെ പഴയ കാലത്തെ പറ്റി പറഞ്ഞു. പഴയ പ്രണയത്തെ പറ്റിയും അവൾ ചതിച്ചിട്ട് പോയതിനെ പറ്റിയും ഒക്കെ. ഇതേ സമയം ദൂരെ നിന്ന് നോക്കിക്കണ്ടുകൊണ്ടിരുന്ന ആന്റിമാർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്. അവരെന്തായിരിക്കും ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? അവരുടെ കല്യാണത്തെ പറ്റി വല്ലതുമാണോ? പിന്നാലെ സാമി കാര്യങ്ങളൊക്കെ ഏലിയറ്റിനോട് തുറന്നു പറഞ്ഞു. താനല്ല ഡേറ്റിംഗ് ആപ്പിലൂടെ അവളോട് സംസാരിച്ചത് എന്നുള്ളതൊക്കെ. കഴിഞ്ഞുപോയി 3 ദിവസങ്ങളും വളരെ മികച്ചതായിരുന്നുവെന്നും അത് വെറുതെ ഒരു തട്ടിപ്പ് രീതിയിൽ മുമ്പോട്ടേക്ക് വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സാമി കൂട്ടിച്ചേർത്തു. എലിയയ്ക്കും അതേ അഭിപ്രായമായിരുന്നു. നടന്ന കാര്യങ്ങൾക്കത്രയും സാമി എലിയോട് ക്ഷമ ചോദിച്ചു. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഞാനങ്ങനെ ഒരു ഓൺലൈൻ വ്യക്തിയൊന്നുമല്ല. ഓൺലൈൻ ഡേറ്റിംഗ് ഒക്കെ എന്റെ അവസാന ചോയ്സ് മാത്രമായിരിക്കും. അവരെന്നും മനസ്സ് തുറന്ന് സംസാരിച്ചു. ഇരുവർക്കുമിടയിൽ ഒരു ബോണ്ടും രൂപപ്പെട്ടു. സാമിയുടെ മടിയിൽ തലവെച്ച് അന്ന് കുറച്ചുനേരം ഏലിയ വിശ്രമിച്ചിരുന്നു. അന്ന് രാത്രിയിൽ സാമിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഫോണിൽ അവളുടെ ഫോട്ടോസ് ഒക്കെ നോക്കി പുഞ്ചിരിയോടെ അവനിരുന്നു. അടുത്ത ദിവസം ഏലിയ തിരികെ പോവാൻ തയ്യാറെടുക്കുകയാണ്. ആന്റിമാരോട് അവൾ യാത്ര പറഞ്ഞു. ഇസ്താൻബുളിലെ ആ ജോബ് ഇന്റർവ്യൂ അവൾ ഇനി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പോകുന്നതിനു മുമ്പ് ആൽപ്പറിനോടും അവൾ ഒരു കാര്യം സൂചിപ്പിച്ചു. ഡേറ്റിംഗ് ആപ്പിൽ നിന്റെ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തേക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പെൺകുട്ടിയോടും കളവ് പറയരുത്, ഇങ്ങനെ വഞ്ചിക്കരുത്. സാമി ഇപ്പോഴും ഉറക്കത്തിലായിരിക്കുമെന്നും നീ പോയി ഒന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് പൊക്കോ എന്നും ആന്റിമാർ സൂചിപ്പിച്ചു. ഒരുപക്ഷെ സാമി അങ്ങനെ കണ്ടു കഴിയുമ്പോ അവൾ മൈൻഡ് മാറി അവിടെ തന്നെ തുടർന്നാലോ എന്നൊരു ചിന്ത ആന്റിമാർക്കുണ്ടായിരുന്നു. എലിയ സാമിയുടെ മുറിയിലേക്ക് ചെന്നു. താൻ ഇന്ന് ഇസ്മീറിലേക്ക് തിരിക്കുകയാണെന്ന് പറഞ്ഞു. യാത്ര പറഞ്ഞിറങ്ങുമ്പോ എലിയുടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. സാമിക്കും അത് അനുഭവപ്പെട്ടു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇരുവരും പരസ്പരം പ്രണയിക്കാൻ ആരംഭിച്ചിരുന്നു. എലിയയ്ക്ക് എങ്ങനെ അവിടെ തുടരണമെന്നറിയില്ല. സാമിക്കാണെങ്കിൽ എങ്ങനെ അവളെ അവിടെ പിടിച്ചു നിർത്തണമെന്നും. ഏലിയ തിരികെ എത്തി. ആന്റിമാരോട് പറഞ്ഞ് അവിടം വിട്ടിറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും സാമി ഓടി വന്നു. ചിരിയോടെ അവൻ പറഞ്ഞു, ഏലിയ വന്ന് ഇവിടെ താമസിച്ചു, എന്റെ കുടുംബത്തെയും ഒക്കെ പരിചയപ്പെട്ടു. ഇനിയിപ്പോ എന്റെ ഊഴമാണ്. ഞാൻ ഏലിയയുടെ നാട്ടിലേക്ക് പോകട്ടെ. അവളുടെ അമ്മയെ കണ്ട് അവിടെ കുറച്ചു നാളൊന്ന് ജീവിച്ചു നോക്കട്ടെ. അത് കേട്ടതും ആന്റിമാർക്ക് വലിയ സന്തോഷമായി. ഏലിയയും അല്പം ത്രിൽഡ് ആയിരുന്നു. ഏലിയയുടെ ഫാമിലി കൂടി അവരുടെ റിലേഷൻഷിപ്പ് അംഗീകരിച്ചാൽ വൈകാതെ അവർക്ക് വിവാഹിതരാകാം. പ്രതീക്ഷകളോടെ ഏലിയയുടെ വീട്ടിലേക്ക് അവർ യാത്ര തിരിക്കുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു പ്രണയ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.